ശത്രുവിന്റെ വാളിനേക്കാൾ ഭയപ്പെടേണ്ടത് സ്നേഹിതന്റെ വേഷമിട്ട് കൂടെയിരുന്ന് വേരറുക്കുന്ന ചിതലുകളെയാണ്. അടിത്തറയിൽ ചെറിയൊരു വിള്ളലുണ്ടായാൽ, അല്ലെങ്കിൽ ഭിത്തിക്കുള്ളിൽ ചിതലുകൾ അരിച്ചുകയറിയാൽ കെട്ടിടം ഉള്ളിൽ നിന്ന് ദ്രവിക്കാൻ തുടങ്ങും. പുറമേ ലക്ഷണങ്ങൾ കാണിക്കില്ലെങ്കിലും ഒരു ചെറിയ കാറ്റിൽ പോലും അത് തകർന്നു വീഴാം. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. പുറത്തുള്ള ശത്രുക്കളെ നേരിടാൻ നമുക്ക് എളുപ്പമാണ്, കാരണം അവരെ നമുക്ക് കാണാം. എന്നാൽ കൂടെയിരുന്ന് നമ്മുടെ വേരറുക്കുന്ന അദൃഷ്ട ശത്രുക്കളെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. അത്യാധുനികമായ റോബോട്ടിക് സാങ്കേതികവിദ്യയായ കിറ 1 മില്ലിമീറ്റർ പോലും തെറ്റാതെ ലക്ഷ്യം കാണുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും കൃത്യമായ ലക്ഷ്യബോധം വേണം. എന്നാൽ ആ യാത്രയിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ചില അപകടകരമായ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അമിതമായ ആത്മബന്ധം അഭിനയിക്കൽ, ഡാറ്റ മൈനിംഗ്. ഒരു പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗാലറിയിലേക്കും കോൺടാക്റ്റുകളിലേക്കും പെർമിഷൻ ചോദിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഡാറ്റ ചോർത്താനാണ് അത് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചില ബന്ധുക്കളും സുഹൃത്തുക്കളും. പെട്ടെന്നൊരു ദിവസം അവർ നിങ്ങളോട് അമിതമായ സ്നേഹം കാണിച്ചു തുടങ്ങും. നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, വീട്ടുപ്രശ്നങ്ങൾ, ഭാവി പദ്ധതികൾ എന്നിവയെക്കുറിച്ച് വളരെ തന്ത്രപരമായി ചോദിച്ചറിയും. ഇത് സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഡാറ്റ ശേഖരിക്കാനാണ്. നിങ്ങളൊരു പ്രതിസന്ധിയിലാണെന്ന് മനസ്സിലാക്കിയാൽ ആ വിവരം മറ്റുള്ളവരിലേക്കെത്തിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ഇവർ ഈ വിവരങ്ങൾ ആയുധമാക്കും. 2. പ്രോത്സാഹനത്തിന് പിന്നിലെ പരിഹാസം. പഴയ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുമ്പോഴുണ്ടാകുന്ന അരോചകമായ ശബ്ദം പോലെയാണ് ചിലരുടെ സംസാരം. അവർ നിങ്ങളെ പുകഴ്ത്തുന്നതുപോലെ തോന്നും, പക്ഷേ അതിലൊരു കുത്തുവാക്ക് ഒളിപ്പിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ കാർ വാങ്ങിയാൽ അവർ പറയും, "കൊള്ളാം, നല്ല വണ്ടി, പക്ഷേ ഇതിന്റെ മൈലേജ് കുറവാണല്ലോ, നിനക്കിത് താങ്ങാൻ പറ്റുമോ?" ഇതിനെ ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നു. നിങ്ങളെ അഭിനന്ദിക്കുകയല്ല, മറിച്ച് ആ സന്തോഷത്തിന്റെ മാറ്റ് കുറയ്ക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. നിങ്ങളുടെ വിജയത്തിന്റെ തിളക്കം അവരുടെ കണ്ണുകളെ അലോസരപ്പെടുത്തുന്നു എന്നതാണ് സത്യം. 3. നിങ്ങളെ വൈകാരികമായി തളർത്തുക, ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. കാട്ടരുവിയിൽ വെള്ളം കുടിക്കാൻ വന്നതായിരുന്നു ആട്ടിൻകുട്ടി. വിശന്നു വലഞ്ഞ ഒരു ചെന്നായയും അങ്ങോട്ട് വന്നു. ആട്ടിൻകുട്ടിയെ കണ്ടതും ചെന്നായയുടെ കണ്ണിൽ ചോര തിളച്ചു. പക്ഷേ അതിനെ തിന്നാനൊരു ന്യായീകരണം വേണമല്ലോ. ചെന്നായ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഗൗരവത്തിൽ പറഞ്ഞു, "എടാ, നീ എന്തിനാ എന്റെ വെള്ളം കലക്കുന്നത്? ഞാൻ കുടിക്കാൻ വന്ന വെള്ളം നീ കാരണം വൃത്തികേടായല്ലോ." ആട്ടിൻകുട്ടി വിനീതനായി മറുപടി പറഞ്ഞു, "അല്ലല്ലോ ചെന്നായെ, വെള്ളം ഒഴുകുന്നത് മേലേ നിന്ന് താഴേക്കാണ്. താഴെ നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ വെള്ളം കലക്കുക?" ഉത്തരം കിട്ടാതായപ്പോൾ ചെന്നായ വീണ്ടും തുടങ്ങി, "എങ്കിൽ കഴിഞ്ഞ വർഷം നീ എന്റെ അച്ഛനെ ചീത്ത വിളിച്ചില്ലേ?" ആട്ടിൻകുട്ടി അമ്പരന്നു, "അയ്യോ, കഴിഞ്ഞ വർഷം ഞാൻ ജനിച്ചിട്ട് പോലുമില്ലല്ലോ." "നീ ജനിച്ചിട്ടില്ലെങ്കിൽ നിന്റെ അമ്മയായിരിക്കും, അതുകൊണ്ട് ശിക്ഷ നിനക്ക് തന്നെ കിട്ടും" എന്നും പറഞ്ഞ് അവൻ ആട്ടിൻകുട്ടിയെ ആക്രമിച്ചു. ഈ കഥയിൽ ചെന്നായ ചെയ്യുന്നത് കൃത്യമായ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. ചെന്നായയ്ക്ക് ആട്ടിൻകുട്ടിയെ തിന്നുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ അത് ന്യായീകരിക്കാൻ അവൻ ഇല്ലാത്ത തെറ്റുകൾ ആട്ടിൻകുട്ടിയുടെ മേൽ കെട്ടിവെച്ചു. വേറെ ചിലർ നിങ്ങളെ എപ്പോഴും കുറ്റബോധത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കും. "ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, നീ ഇപ്പോൾ എന്നെ മറന്നോ?" എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളെ വൈകാരികമായി തളർത്തും. "എന്റെ ജീവിതം നശിച്ചു" എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്നതും ഇതേ ചെന്നായയുടെ മാനസികാവസ്ഥയാണ്. ഇതൊരു തരം ചങ്ങലയാണ്. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കാൻ തുടങ്ങുമ്പോൾ ഈ വൈകാരിക ബന്ധങ്ങൾ പറഞ്ഞ് അവർ നിങ്ങളെ താഴേക്ക് വലിക്കും. യഥാർത്ഥ സ്നേഹമുള്ളവർ നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കും, അല്ലാതെ അവരുടെ ആവശ്യങ്ങൾക്കായി നിങ്ങളുടെ സ്വപ്നങ്ങളെ ബലി കഴിക്കാൻ ആവശ്യപ്പെടില്ല. ഇത്തരം ഇമോഷണൽ ട്രാപ്പുകൾ തിരിച്ചറിയുക. 4. വിജയത്തിലെ നിശബ്ദത. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടം നിങ്ങൾ അവരോട് പറയുമ്പോൾ അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് പെട്ടെന്ന് സന്തോഷിക്കാൻ കഴിയില്ല. ഒരു നിമിഷം അവർ മരവിച്ചു നിൽക്കും, എന്നിട്ട് നിർജീവമായ ഒരു ചിരി ചിരിക്കും. നിങ്ങൾ തോൽക്കുമ്പോൾ ഓടിയെത്തുന്ന ഇവർ നിങ്ങൾ ജയിക്കുമ്പോൾ അപ്രത്യക്ഷരാകും. കാരണം നിങ്ങളുടെ വിജയം അവർക്ക് നൽകുന്നത് തോൽവിയുടെ വേദനയാണ്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളല്ല എന്ന് മനസ്സിലാക്കുക. 5. ഗ്രൂപ്പ് നെഗറ്റിവിറ്റി, ട്രയാങ്കുലേഷൻ. മറ്റൊരാളെക്കുറിച്ച് നിങ്ങളോട് മോശം പറയുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റൊരാളോടും മോശം പറയും. ഇതുറപ്പാണ്. കുടുംബത്തിലോ സുഹൃദ്വലയത്തിലോ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്.
രണ്ടുപേർക്കിടയിൽ തെറ്റിദ്ധാരണകളുണ്ടാക്കി അവർ തമ്മിൽ കലഹിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഇത്തരക്കാരെ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് വിളിക്കാം. നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ ഇവർ നുണകൾ പ്രചരിപ്പിക്കും. ഇത്തരം ചർച്ചകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. 6. അനാവശ്യ ഭയം വിതറുന്നവർ, ഫിയർ മോങ്കറിംഗ്. നിങ്ങളൊരു പുതിയ സംരംഭത്തിനിറങ്ങുമ്പോൾ ഇവർ വരും. ഈ കാലത്ത് ബിസിനസ് ചെയ്യുന്നത് മണ്ടത്തരമാണ്, പലരും തകർന്നുപോയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തും. തങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുന്നത് കാണാൻ അവർക്ക് താൽപ്പര്യമില്ല. നിങ്ങൾ റിസ്ക് എടുത്ത് വിജയിച്ചാൽ തങ്ങൾ പിന്നിലായി പോകുമെന്ന ഭയമാണ് അവരെക്കൊണ്ടിത് പറയിപ്പിക്കുന്നത്. ഇവർ സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വളർച്ചയെ തടയുകയാണ് ചെയ്യുന്നത്. ഇത്തരം സ്പീഡ് ബ്രേക്കറുകളെ മറികടക്കാൻ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. 7. പ്രതിസന്ധിയിലെ അദൃശ്യത. ബാറ്ററി തീരുമ്പോൾ ഓഫാകുന്ന ഫോൺ പോലെയാണ് ചില ബന്ധങ്ങൾ. നിങ്ങളുടെ പോക്കറ്റിൽ പണമുള്ളപ്പോൾ, നിങ്ങൾ വിരുന്നുകൾ നൽകുമ്പോൾ ഇവർ മുൻപന്തിയിലുണ്ടാകും. എന്നാൽ നിങ്ങൾക്കൊരു ആപത്ത് വരുന്ന ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി തകരുന്ന ദിവസം ഇവർ അപ്രത്യക്ഷരാകും. നിങ്ങളുടെ ഫോൺ കോൾ എടുക്കില്ല, നിങ്ങളെ കണ്ടാൽ വഴിമാറി നടക്കും. വെളിച്ചമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന നിഴലുകൾ മാത്രമാണിവർ. ആവൽഘട്ടത്തിൽ കൈവിടുന്നവർ എത്ര അടുത്തവരായാലും അവരെ ജീവിതത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. 8. അനാവശ്യമായ താരതമ്യം, ദി കമ്പാരിസൺ ട്രാപ്പ്. ചിലർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴും മറ്റൊരാളുടെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ കസിൻ കണ്ടോ, അവൻ വലിയ നിലയിലായി, അയൽവാസി പുതിയ വീട് വെച്ചു. ഇതൊരു നിഷ്കളങ്കമായ സംസാരമല്ല. നിങ്ങളുടെ നേട്ടങ്ങളെ ചെറുതാക്കി കാണിക്കാനും നിങ്ങളിൽ അപകർഷതാബോധമുണ്ടാക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണിത്. നിങ്ങൾ എവിടെ എത്തിയാലും നിങ്ങളെക്കാൾ മുകളിലുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചു തന്ന് നിങ്ങളെ അസംതൃപ്തനാക്കാൻ ഇവർ ശ്രമിക്കും. നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ഇവരുപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണിത്. 9. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറൽ, പാരസിറ്റിക് ബിഹേവിയർ. ചില ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എപ്പോഴും നിങ്ങളിൽ നിന്ന് സഹായം മാത്രം പ്രതീക്ഷിക്കുന്നവരാണ്. പണമോ സമയമോ അധ്വാനമോ എന്തുമാകട്ടെ, അവർക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങളവിടെ ഉണ്ടാവണം എന്നവർ വാശി പിടിക്കും. എന്നാൽ തിരിച്ച് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അവർക്ക് 100 കാരണങ്ങളുണ്ടാകും. നിങ്ങളെ ഒരു സൗകര്യമായി മാത്രം കാണുന്ന ഇവർ നിങ്ങളുടെ ഊർജം വലിച്ചെടുക്കുന്നവരാണ്. ഒരു വശത്ത് മാത്രം ചലിക്കുന്ന ഈ ബന്ധം യഥാർത്ഥത്തിൽ ഒരു കെണിയാണ്. സ്നേഹം കൊടുക്കൽ വാങ്ങലുകളാണെന്ന് ഇവർക്കറിയില്ല. ഇവർക്ക് വാങ്ങാൻ മാത്രമേ അറിയൂ. 10. സ്വകാര്യതയിലെ കടന്നുകയറ്റം, ബൗണ്ടറീസ് വയലേഷൻ. നമ്മുടെ ഫോണിലെ സെക്യൂരിറ്റി ലോക്ക് പോലെയാണ് ജീവിതത്തിലെ സ്വകാര്യത. എന്നാൽ ചിലർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ മുറിയിൽ കയറാനോ, നിങ്ങളുടെ ഫോൺ പരിശോധിക്കാനോ, നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ ഇടപെടാനോ യാതൊരു മടിയുമുണ്ടാവില്ല. നമ്മൾ തമ്മിൽ എന്തിനാ ഇത്ര അകലം എന്ന് ചോദിച്ച് അവർ നിങ്ങളുടെ അതിരുകൾ ലംഘിക്കും. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ തുടക്കമാണിത്. നിങ്ങളുടെ നോ എന്ന വാക്കിനെ ബഹുമാനിക്കാത്തവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകരുത്. സ്വകാര്യത മാനിക്കാത്ത ബന്ധങ്ങൾ ശ്വാസം മുട്ടിക്കുന്നവയായി മാറും. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ മാത്രമല്ല നിങ്ങളെയും സ്വയം വിലയിരുത്താൻ സഹായിക്കും. ഇത്തരം സ്വഭാവവിശേഷങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റാൻ തയ്യാറാവുക. അതോടൊപ്പം ആരെ വിശ്വസിക്കണമെന്നതിൽ നിങ്ങൾക്കൊരു വ്യക്തത വേണം. റോബോട്ടിക് സാങ്കേതികവിദ്യ പോലെ കൃത്യതയുള്ളവരാവുക. അനാവശ്യ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് നിങ്ങളുടെ ജീവിതം മറ്റൊരാൾ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ വേരുകൾക്ക് ചുറ്റുമുള്ള ചിതലുകളെ തിരിച്ചറിഞ്ഞ് അവയെ നീക്കം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.